താങ്ക് യു ലീഡേഴ്സ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുക? എത്ര പേർക്ക് അറിയാൻ താല്പര്യമുണ്ട്? ചോദ്യം നമ്പർ 1, അത് കൃത്യമായി നിങ്ങൾ അതിന് ആൻസർ പറയാൻ ഹൃദയം കൊണ്ട്. ഓക്കെ, ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉള്ളിൽ ശക്തമായി ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? കൈ വെക്കണം. കള്ളം പറയുന്നത് ഇല്ല, കൈ താക്കണ്ട. ഇപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മനസ്സിൽ അതിശക്തമായ ആഗ്രഹം ഉറയ്ക്കാത്തിടത്തോളം കാലം വിജയിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വിജയം നേടാൻ കഴിയാതെ പോയൊരു യുവാവ് വളരെ നിരാശനായി, ഡിപ്രഷനായി ജീവിതം അവസാനിക്കാൻ തീരുമാനമെടുത്തു. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, നീ ജീവിതം അവസാനിപ്പിക്കാൻ വരട്ടെ, നീ എന്തായാലും ഇവിടെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് സോക്രട്ടീസ്, പഴയ കാലത്തെ കാര്യമാണ്. അദ്ദേഹത്തിന് പോയി കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം തരാൻ കഴിയും, ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന്. അപ്പൊ ആള് പറഞ്ഞു, എന്തായാലും ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു, അതുകൂടെ അങ്ങ് ചെയ്തേക്കാം. ആള് സോക്രട്ടീസിനെ കാണാൻ പോകുന്നു. ഈ സമയത്ത് സോക്രട്ടീസിനോട് അദ്ദേഹത്തിന്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ ആൾ വളരെ ഹൃദയത്തോടുകൂടി കേട്ടിരുന്നിട്ട് പറഞ്ഞു, നീ പോയിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു 5 മണിയൊക്കെ പറഞ്ഞത്, തണുപ്പുള്ള ദിവസമാണ്, വരണം, ഇന്ന് നദിയുടെ തീരത്ത് വരാൻ. ഈ ചെറുപ്പക്കാരൻ അവിടെ എത്തി. ആ സമയത്ത് സോക്രട്ടീസ് വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചു, തോളത്തേക്ക് കൈയിട്ടു, നേരെ വെള്ളത്തിലേക്ക്, ആ നദിയിലേക്ക് ആളെ കൊണ്ട് ഇറങ്ങിച്ചു. മുട്ടറ്റം വെള്ളമായി, നല്ല തണുപ്പുണ്ട്. ആൾക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് തോന്നിയില്ല. അരയറ്റം വെള്ളം വന്നപ്പോൾ ആൾക്ക് ഇയാൾ എന്തിനാ എന്നെ ഈ വെള്ളത്തിൽ പിടിച്ചിറക്കുന്നുണ്ട് തോന്നി. അത് കഴിഞ്ഞ് ആളുടെ വെള്ളം തോൾ വരെ ലെവലിലെത്തി. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു സ്റ്റെപ്പ് പിന്നോട്ട് മാറിയിട്ട് നേരെ 2 തോളിലും ശക്തിയായി പുഷ് ചെയ്ത് ആളെ വെള്ളത്തിനടിയിലേക്ക് താത്തി. ആള് പൊങ്ങി വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒരു കാരണവശാലും പൊങ്ങാൻ കഴിയാതെ ശക്തമായി ഇദ്ദേഹത്തിനെ താഴ്ത്തി പിടിച്ചു. ശ്വാസം കിട്ടാതെ മരിക്കാൻ വേണ്ടി, പ്രാണവായു കിട്ടാൻ വേണ്ടി ഇദ്ദേഹം ശക്തമായി കയ്യും കാലോട്ട് അടിച്ച് ഒരു തരത്തിൽ ഇയാളെ തട്ടി മാറ്റി ഇദ്ദേഹം പൊങ്ങി പുറത്തു വന്നു. എന്നിട്ട് നേരെ ദേഷ്യത്തോട് പറഞ്ഞു, ഒരു ഉപദേശം തരാൻ കഴിയില്ലായിരുന്നു, നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു പരാതിയും ഇല്ലാതെ ഞാൻ പോയന്, എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അന്യായമായി. സുഹൃത്തെ, നീ ദേഷ്യപ്പെടാതെ ശാന്തനാവും. ആളെ കൊണ്ട് കരക്കി കയറിയിട്ട് ആൾ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, എൻ്റെ പ്രിയ അനുജ, നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. നീ ആ വെള്ളത്തിനടിയിൽ പ്രാണവായുവിന് വേണ്ടി പിടയുമ്പോൾ നിന്റെ മനസ്സിൽ ആ വായുവിന് വേണ്ടി എത്രത്തോളം ശക്തി ഉള്ളിൽ നിന്ന് വന്നോ, അതേ ശക്തി നീ വിജയത്തിന് വേണ്ടി കൊടുത്താൽ ലോകത്ത് നിനക്ക് ചരിത്രമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു വിജയത്തിന് വേണ്ടി അടങ്ങാത്തൊരാഗ്രഹം, അദമ്യമായ ഒരാഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ വിജയിക്കൂ. ഒരാൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ ആദ്യം വെക്കുന്ന കണ്ടീഷൻ, ആ ചോദിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ആത്മാർത്ഥമായ ആഗ്രഹവും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം സ്വീകരിക്കൂ. വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി എനിക്കെല്ലാം തരണേ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ദൈവം എല്ലാം തരില്ല. അത് ദൈവം തരും, കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വിശ്വാസമുള്ള ഒരാളെ മാത്രമേ ഒരാൾക്ക് വിജയിപ്പിക്കാൻ കഴിയൂ. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷൻ നിങ്ങളെല്ലാം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം ലോകത്തെ ഏറ്റവും ശക്തമായി വളരുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ തന്നെ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ്, ഇറ്റ് ഈസ് എ സീക്രട്ട് ഓഫ് സക്സസ്. തിരമാലകൾക്ക് മുമ്പിൽ നിന്നാൽ മുമ്പിലേക്ക് പോകാനുള്ള ഒരു വലിയ കാരണമാകുമെന്ന് പറഞ്ഞതുപോലെ, ഒരു വലിയ വിപ്ലവം വരുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നാൽ നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന് പറയുന്നത് പോലെ ഇന്ന് വേൾഡ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേൾഡിലെ ലീഡിംഗ് കമ്പനിയാണ്, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ അവസരത്തിലാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു അവസരത്തിന്റെ പവർ പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഇൻഡസ്ട്രി ഗ്രോ ചെയ്തു വരുന്നതേ ഉള്ളൂ. ഇതുവരെ വന്നതിന്റെ 10 ഇരട്ടി വളർച്ചയാണ് അടുത്ത 5 വർഷം കൊണ്ട് ഈ കമ്പനി ഉണ്ടാകാൻ പോകുന്നത്. 10 ഇരട്ടി വളർച്ച. ഇന്ന് ഈ ഇരിക്കുന്ന സദസ്സിൽ തന്നെ ഈ കമ്പനിയുടെ ത്രില്ലിംഗ് അച്ചീവ്മെന്റ് ആയ 2,10,000 വാങ്ങിയ ഒട്ടനവധി ആളുകളുണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ, മൈ ലൈഫ് സ്റ്റൈൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് എന്താണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ തരാൻ പോകുന്നത്, അതിന് ചില കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒന്നാമത്തെ കാരണം ഇതാവാം, ടു എൻഹാൻസ് യുവർ ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ജീവ നിലവാരം ഉയർത്താൻ താല്പര്യമില്ലാത്ത ഒരാളും ഈ ലോകത്തൊന്നും ഉണ്ടാവില്ല, അല്ലേ? പക്ഷെ ജീവ നിലവാരം ഉയർത്തണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും ഭൂരിഭാഗം ആളുകൾക്കും ജീവ നിലവാരത്തിൽ കാര്യമായ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല?
അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിജയത്തെ കുറിച്ച് പറയാറുള്ളത് ഇങ്ങനെയാണ്, സക്സസ് ഈസ് എ വൈസ് സെലക്ഷൻ എന്നാണ്. ഏറ്റവും ബുദ്ധിപരമായ ഒരു തെരഞ്ഞെടുക്കൽ വിജയത്തിന്റെ അടിത്തറയാണ്. ഒരാൾ നന്നായി പഠിച്ച് ഒരു ജോലിക്ക് പോയി, അത്രയും പഠിക്കാതിരുന്ന ഒരാൾ ഒരു ബിസിനസ് തിരഞ്ഞെടുത്തു. ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിച്ച ഒരാൾ സാമ്പത്തികമായി അദ്ദേഹത്തിന്റെ അയലത്ത് പോലും എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. കാരണം ആള് തെരഞ്ഞെടുത്തത് അൺലിമിറ്റഡ് ഗ്രോത്ത് ചാൻസ് ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു വലിയ ബിസിനസ് ആയിരുന്നു. മറ്റേ ആൾ തെരഞ്ഞെടുത്തത് ലിമിറ്റഡ് വരുമാനം കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. ആ വ്യക്തി ആശ്രയിച്ചത് തന്റെ സ്വന്തം കഴിവിനെയായിരുന്നു. മറ്റേ ആൾ ആശ്രയിച്ചത് നൂറുകണക്കിന് ആളുകളുടെ, ആയിരക്കണക്കിന് ആളുകളുടെ കഴിവിലും വിശ്വാസത്തിലുമായിരുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ്. ഡു യു അഗ്രി വിത്ത് മീ? MS ധോണിയെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടാവില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെയും ലോക ക്രിക്കറ്റിലെയും ഒരു ഇതിഹാസമാണ്, റൈറ്റ്? യെസ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പോർട്സ് സീസൺ ഹി വാസ് എ ഫുട്ബോൾ പ്ലെയർ. കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ അറിയില്ല. അദ്ദേഹത്തിന്റെ സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ഗോൾ കീപ്പറാണ്. ക്രിക്കറ്റ് കളിക്കാറില്ല, പക്ഷെ സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ ആൾ ഉറക്കമൊഴിഞ്ഞു വേണമെങ്കിലും കളി കാണും. സച്ചിൻ ഔട്ടായി അക്കപ്പോൾ കിടന്നു. ക്രിക്കറ്റിനെ അല്ലാതെ സച്ചിനെയായിരുന്നു കൂടുതൽ ഇഷ്ടം. എനിവേ, ഈ MS ധോണി തന്റെ സ്കൂൾ ടീമിലെ ഫുട്ബോൾ ഗോൾ കീപ്പറായി നടക്കുന്ന സമയത്ത് ഒരു ദിവസം ക്രിക്കറ്റിലെ കീപ്പർ അവിടെ ഇല്ല. ആ സമയത്ത് സ്പോർട്സ് ടീച്ചർ ഇയാളെ വിളിച്ചു, നീയും കീപ്പറല്ലേ, വരുന്നോ? അപ്പൊ ആള് പറഞ്ഞ ആദ്യത്തെ മറുപടി, ഞാൻ വലിയ ബോൾ വെച്ചാണ് കളിക്കുന്നത്, ഇത് ചെറിയ ബോളാണ്, ഇത് പിടിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ആള് പറഞ്ഞത്, നീ രണ്ടായാലും ബോളാണ്, രണ്ടും ഒരുപോലെയാണ്, അത് പിടിക്കാൻ പറ്റുമെന്ന് നിനക്ക് ഇതും പിടിക്കാൻ പറ്റും, അതുകൊണ്ട് നീ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അങ്ങനെ നിർബന്ധിച്ച് അയാൾ അതിലേക്ക് കൊണ്ടുപോയി അത്യാവശ്യം കുഴപ്പമില്ലാതെ കീപ്പ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ആൾക്ക് വിശ്വാസം ഉണ്ടായി. പതുക്കെ അങ്ങനെ ക്രിക്കറ്റ് കളിയിലേക്ക് ആൾ തിരിയുന്നു. പിന്നീട് അദ്ദേഹം കരിയറായിട്ട് തിരഞ്ഞെടുത്തത് ഫുട്ബോൾ അല്ലായിരുന്നു, ക്രിക്കറ്റ് ആയിരുന്നു. ഈ ധോണി എങ്ങാനും ഇന്ത്യയിൽ നിന്നിട്ട് ഫുട്ബോൾ ആണ് ആ സമയം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇന്നുള്ള ലെവലിലേക്ക് എത്തുമായിരുന്നു? ഇല്ല. He changed the event, right? He changed the event. ഒരു പക്ഷേ നിങ്ങളിൽ പല ആളുകളും പല മേഖലകളിൽ കൂടിയുള്ള വരുമാനം വാങ്ങുന്നവരുണ്ടാവാം. യാദൃശ്ചികമായി മൈലൈസ്റ്റയിൽ എത്തപ്പെട്ടവരാവാം. ഇതിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് കരിയറാക്കി മാറ്റാം. നാളെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അഭിമുഖം കൊടുക്കാൻ അമിതാഭ് ബച്ചൻ ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം റിവ്യൂ ചെയ്തിട്ട് ആള് പറഞ്ഞത്, പാറപ്പുറത്ത് ചിരട്ടയിൽ തുടങ്ങുന്ന ശബ്ദം പോലെയുണ്ട്, നിന്റെ ശബ്ദം ഒട്ടും യോജിക്കില്ല, റിജക്ട്. അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന്റെ ആവേശം അടങ്ങിയില്ല. He rejected the rejection. അദ്ദേഹം എതിർപ്പിനെ എതിർത്തു, അവഗണിച്ചു, തള്ളിക്കളഞ്ഞു. എന്നിട്ട് മുന്നോട്ട് പോയി. ഇന്ന് കാലം തെളിയിച്ചു, ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ശബ്ദത്തിനുടമയാണ് അമിതാഭ് ബച്ചൻ. റൈറ്റ് ഓർ നോട്ട്? Still the sound worth crores. നമുക്കറിയാം, ഒരുപാട് ആളുകളെ അറിയാം. അവരവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ബുദ്ധിപരമായ സെലക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ശക്തമായ റിജക്ഷനാണ്. പ്ലാൻ ചെയ്തിട്ടുള്ള റിജക്ഷനാണ്. ഇറ്റ്സ് എ പ്ലാൻഡ് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ പല ആളുകളും ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോൾ, മൈ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ, ഒരു പക്ഷേ ഇത് കരിയർ ആവണമെന്നില്ല. ഇതിന്റെ പൊട്ടൻഷ്യലും ഡെപ്തും മനസ്സിലാക്കി നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാനും മറ്റു പലതിനെ റിജക്ട് ചെയ്യാനും നമ്മളൊരു മനസ്സുണ്ടാക്കിയാൽ, നമ്മൾ പഠിക്കുക, ബിസിനസ്സിൽ മാത്രമേ ലോകത്തിൽ വലിയ വിജയങ്ങൾ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ളൂ. കറക്റ്റ് ഓർ നോട്ട്? ലോകത്തെ അതിസമ്പന്നന്മാരിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? എത്ര സെൽഫ് എംപ്ലോയീസ് ഉണ്ട്? ഒരാൾ പോലും ഉണ്ടാവില്ല. എന്നാൽ സാധാരണക്കാരെ എത്രയോ വലിയ ബിസിനസ്സുകാരെ കാണാൻ കഴിയും. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ് ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. യു ആർ വിത്ത് ദ ബെസ്റ്റ് ആൻഡ് റൈറ്റ് പ്ലാറ്റ്ഫോം. ഇവിടെ എത്ര വലിയ ലൈഫ് സ്റ്റൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിയും. അതിനാദ്യം വേണ്ടത്, ജീവിക്കാൻ എന്തായാലും ദൈവം നമുക്കൊരു വലിയൊരു അവസരം തന്നു, ജന്മം തന്നു. ഈ ലോകത്ത് അവസരങ്ങളുടെ ശ്രേണി തന്നെ ക്രിയേറ്റ് ചെയ്തു. പല സാഹചര്യത്തിൽ നമ്മൾ വളർത്തിയെടുത്തു. വലിയ ചുഴലിക്കാറ്റിനേക്കാൾ, കൊടുങ്കാറ്റിനേക്കാൾ പവർ അതിലുണ്ട്. അത്രയും പൊട്ടൻഷ്യൽ ഓരോ വ്യക്തികളിലുമുണ്ട്. ഓരോ വ്യക്തികളിലും കൂടിക്കൊണ്ടിരിക്കുന്ന ഈശ്വരന്റെ ചൈതന്യം, ആ ചൈതന്യം അഥവാ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് നേടാൻ കഴിയാത്ത ഈ ലോകത്തൊന്നുമില്ല. അതിന്റെ കൺട്രോൾ നമ്മുടെ ബ്രെയിനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്താൽ മാത്രം മതി ഈ അവസരത്തിന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ. നിങ്ങൾക്ക് ശക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ മതിയാവും. വിജയത്തെ കുറിച്ച് വേറൊരു പരിഭാഷ പറയുന്നത്, ഇറ്റ് ഈസ് എ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് എന്ന് പറയാം. മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ചില ലക്ഷ്യങ്ങളുടെ വിജയകരമായ പൂർത്തീകരണമാണ് സക്സസ് അഥവാ വിജയം. ലോകത്ത് 90% ആളുകളും വിജയിക്കാതെ പോകുന്നത് ശക്തമായ ലക്ഷ്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് എഴുതി വെക്കപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഈ വരുന്ന 2020 അവസാനിക്കുന്നതിന് മുമ്പ് നേടേണ്ട 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതണം.
2025 ചെയ്തു തീർക്കേണ്ട പ്രധാന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അതിനെ ജീവനെ പോലെ സ്നേഹിക്കണം. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് വായിക്കണം, എന്ന് കിടക്കുമ്പോൾ അതിനെ വായിക്കണം. അത് നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ആ ലക്ഷ്യവും നിങ്ങളുടെ ജീവിതവും തമ്മിൽ വളരെയധികം ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ലക്ഷ്യം നിങ്ങളുടെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാവണം. 100% നിങ്ങൾ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കി. ദിസ് ഈസ് നമ്പർ 1. അതിനുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായേ പറ്റൂ. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ പണം എല്ലാമല്ല, പക്ഷെ പണമില്ലാതെ ഒന്നും സാധിക്കില്ല. ആരെങ്കിലും സഹായിക്കണമെങ്കിൽ പോലും കയ്യിൽ പൈസ വേണം, ഇല്ലെങ്കിൽ പറ്റില്ല. എന്തെങ്കിലും ഒരു നല്ല സ്റ്റാൻഡ് ആളുടെ അഭിപ്രായം പറയണമെങ്കിൽ പോലും നല്ല പൈസ കയ്യിലുണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. എനിവേ ഞാൻ പറയുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന അവസരങ്ങളൊക്കെ ഇൻഡിവിജ്വൽ അഥവാ സ്വന്തം വ്യക്തിയുടെ കഴിവും സമയത്തിന് ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവുകൾക്കും ആശ്രയിച്ചാണ്. അതുകൊണ്ട് വരുമാനം നമുക്ക് കിട്ടുമ്പോൾ ചെലവ് കഴിഞ്ഞാൽ മിച്ചമൊന്നും ഉണ്ടാവില്ല, സേവിങ്സ് ഉണ്ടാവില്ല. ഇതിപ്പോൾ വീടില്ലാത്തൊരു വ്യക്തി ഒരു നല്ല വീട് കണ്ണൂർ ടൗണിൽ എവിടെയെങ്കിലും കെട്ടാൻ ആഗ്രഹിച്ചാൽ ഒരു 10 സെന്റ് സ്ഥലം, 3 ലക്ഷം രൂപ, 30 ലക്ഷം, ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീട്, അടുത്ത 2000 രൂപ മീൻസ് 40 ലക്ഷം, 40 + 30 70 ലക്ഷം രൂപ വരും. ആളുടെ ഇപ്പോഴത്തെ മാസം വരുമാനം 25,000 രൂപ, ഇപ്പോഴത്തെ മാസത്തെ ചെലവ് 30,000 രൂപ. എത്ര രൂപ മിച്ചം ഉണ്ടാവും? -5,000 അല്ലേ? ഇതാണ് ഭൂരിഭാഗം ആളുകളുടെയും ജീവിതം. നിങ്ങളൊന്ന് ചിന്തിക്കണം, കഴിഞ്ഞ ഒരു വർഷമായി അഥവാ 12 മാസമായി എത്ര രൂപ നിങ്ങൾക്ക് ഓരോ മാസം കഴിയുമ്പോൾ നീക്കി വെക്കാൻ, ഫ്യൂച്ചറിന് വേണ്ടി കരുതാൻ സാധിച്ചിട്ടുണ്ട്? ഈ ചോദ്യത്തിന് മുമ്പിൽ പല ആളുകൾക്കും തൃപ്തികരമായ ആൻസർ ഒരു പക്ഷേ ഉണ്ടാവില്ല. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ സേവിങ്സ് അത്യാവശ്യമാണ്. ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരു കോംപ്രമൈസ് ഇല്ലാതെ ജീവിക്കുന്ന മുഴുവൻ ആളുകളും മാസത്തിൽ നല്ല സേവിങ്സ് ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെ നല്ല സേവിങ്സ് ഉണ്ടാകണമെങ്കിൽ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവണം. സ്വന്തം അധ്വാനത്തെയും സമയത്തെയും ആശ്രയിച്ചല്ല, ഒരു വലിയ ടീമിന്റെ നിരവധി ആളുകളുടെ അധ്വാനം, അവരുടെ സമയം, എഫേർട്ട്, അതിൽ നിന്നുമുള്ള ഒരു ലാഭവിഹിതം. ഞാൻ എന്ത് വരുമാനം നേടി എന്നതല്ല പ്രത്യേകത. ദാറ്റ്സ് നോട്ട് മൈ സക്സസ്. എന്റെ ഓർഗനൈസേഷനിൽ ആയിരക്കണക്കിന് ആളുകളാണ് സീലിംഗ് അച്ചീവറായി മാറിയത്. ഈ ഒരു ഹോളിൽ തന്നെ ഇത്രയും ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇതിന് മുമ്പ് നടന്ന പ്രോഗ്രാമിൽ ഇത്രയും പേര് അവിടെയും ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാവണം, നമ്മൾ ഈ രാജ്യത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, നമ്മുടെ വരുമാനം കൂടുമ്പോൾ നമ്മൾ എല്ലാ വിധത്തിലുള്ള ടാക്സുകൾ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻകം ടാക്സിന്റെ ഫോം 16A ആണ്. ദാറ്റ് മീൻസ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എനിക്ക് തന്ന വരുമാനം എന്റെ പേരിൽ മാത്രം എടുത്താൽ ഒരു ക്വാർട്ടറിൽ എനിക്ക് വന്ന വരുമാനം 1,35 lakhs ആയിരുന്നു. അടുത്ത ക്വാർട്ടറിൽ അത് കയറി 139 ആയി, ഒരു ക്വാർട്ടറിൽ അത് കയറി 147 ആയി. എൻ്റെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ചരിത്രം എടുത്ത്, ദാറ്റ് മീൻസ് എൻ്റെ ആ ഒരു 5 വർഷത്തെ 7 വർഷത്തെ ജേർണി എടുത്താൽ ആദ്യത്തെ ഒരു വർഷത്തെ ടോട്ടൽ ഇൻകം 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മാസം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ക്വാർട്ടറിലെ മീൻസ് ഒരു വർഷത്തെ ടോട്ടൽ ഇൻകം, ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ക്വാർട്ടർലി ഇൻകം ഒരു പക്ഷേ എൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും മാസ വരുമാനമായി മാറാൻ പോകുന്ന സിറ്റുവേഷൻ ദൂരത്തല്ല. നിങ്ങൾക്കും സാധിക്കും, പോസിബിലിറ്റി ഉണ്ട്. യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുക? എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ് ഒരാളെ വിജയിപ്പിക്കാൻ സഹായിക്കുന്നത്. ഒന്ന് നമ്മുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ. 2 നമ്മുടെ സ്വപ്നങ്ങൾ. ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നിറവേറ്റും. പക്ഷെ സ്വപ്നങ്ങൾ നമ്മൾ പാടെ അവഗണിച്ച് കളയും. ഒരിക്കലും സ്വപ്നങ്ങളെ അവഗണിക്കരുത്. കാരണം മനുഷ്യന് വേണ്ടി മാത്രം ദൈവം കൊടുത്ത 2 കഴിവാണ് വിവേചന ശക്തിയും 2 സ്വപ്നം കാണാനുള്ള കഴിവും. ഈ സ്വപ്നങ്ങൾ ഉള്ളിൽ വരുമ്പോൾ അതിനെ കണ്ടിട്ട് സിറ്റുവേഷനുമായി താരതമ്യം ചെയ്ത് ആ സ്വപ്നങ്ങളെ ശവമടക്കടക്കുന്ന പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം. ഇങ്ങനെ ശവമടക്കിയ ഈ സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ പെട്ടി തുറന്ന് പുറത്തെടുക്കണം. അതിനെ സ്റ്റിക്ക് ചെയ്യണം, അതിനെ ആക്കി വെക്കണം. ഇതേ രീതിയിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതൊക്കെ പൊടിതട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ആ സ്റ്റോറി. എൻ്റെ സഹോദരിയുടെ വിവാഹം, ഒരു വീട്, ഒരു ബൈക്ക്, ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ ട്രീറ്റ്മെന്റ്, ഇതൊക്കെയാണ് എൻ്റെയും അത്യാവശ്യങ്ങൾ. ഒരു വർഷം കൊണ്ട് 25 ലക്ഷം രൂപയുടെ സേവിങ് ഉണ്ടാവണം. പഠിച്ച് ജോലി പഠിക്കാൻ ഇനി 3 വർഷമെങ്കിലും എടുക്കും. ഒരു പ്രതീക്ഷയുമില്ല. ഡയറക്ട് സെല്ലിംഗ് ആ പ്രതീക്ഷ നൽകി അതിലൂടെ വന്നപ്പോൾ ഉണ്ടായ മാറ്റം ഐ വുഡ് ലൈക്ക് ടു ഷോ യു. ഞാൻ നേരത്തെ പറഞ്ഞു, NCCയിൽ ഞാൻ C സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ C സർട്ടിഫിക്കറ്റിന്റെ സമയത്ത് ഞാനിട്ട യൂണിഫോം ഒരു അറ്റയറാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആ സമയത്തെ ഫോട്ടോ ആണ്. ഐ വാസ് ടു ഹെൽത്തി. എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എനിവേ ഞാൻ പറയുന്നത് എൻ്റെ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്തുള്ള ഫോട്ടോയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് എൻ്റെ വീടിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഒരു ശക്തമായ മഴ വന്ന ചിലപ്പോൾ താഴെ പോകും. ചില സമയത്ത് മുകളിലേക്കൊന്നും അത്ഭുതം കൂടാറുണ്ട്.
കാരണം ഈ പട്ടികയും കഴിക്കോലും അതാണ് ഇവിടെ പറയാം. അതൊക്കെ ചെതലെടുത്ത് പോയിട്ട് ആ ഒരു ഫ്രെയിമിൽ ഇതൊന്നും ഇല്ലാതെ ഈ സാധനം ഇങ്ങനെ നിൽക്കുക ഓടും. ഒരെണ്ണം എങ്ങാണ്ട് താഴെ വീണത് ആ ലോക്ക് പൊട്ടിച്ച് എല്ലാം കൂടെ നിൽക്കും. മഴയൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ ഞങ്ങളെ എല്ലാവരും കൂടെ വിളിക്കണം എവിടെയെങ്കിലും ഒരു മൂലയ്ക്കിരിക്കാം. കാരണം ഒരു ടോർണറിൽ ചിലപ്പോൾ വീഴത്തില്ല, ചോറ് മുളിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ എന്ന് ഞങ്ങൾ ഇങ്ങനെ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വാസത്തോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന് ആയിരം നന്ദി. കാരണം അതിനുശേഷം ഉണ്ടായ മാറ്റം ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഞാനിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലാണ്. ഇന്ത്യയിൽ മുഴുവൻ ഏകദേശം 10ഓളം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ഇന്ന് ഈ സമയത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ 10,000 ആളുകൾ സ്വന്തം വീട് ഞാൻ കാരണം കൊണ്ട് എൻ്റെ ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് എൻ്റെ സക്സസ്. മൈ ലൈഫ് സ്റ്റൈലില് ഡയമണ്ട് അച്ചീവറൊക്കെ ആയിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ പെട്ടെന്ന് ഒരു സ്വപ്നങ്ങൾ വലുത് വരും. 3 മുതൽ 5 വർഷത്തിനുള്ളിൽ പുതിയ വീട് വെച്ചിരിക്കും. ഇതാണ് ഒരു മാറ്റം. ഞാനും എൻ്റെ പുതിയ വീട് പൂർത്തിയാക്കി. ദിസ് ഈസ് ദ വൺ. ഈ മാസം ഞങ്ങൾ അതിലേക്ക് നിൽക്കാറ് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് താമസം മാറുന്ന സിറ്റുവേഷൻ ആണുള്ളത്. ഈ കോളനിയിൽ വീട് വാങ്ങിയ ആൾക്കാർ ഒരു ഹൗസിംഗ് കോളനിയാണ്, ഒരു വില്ലാസാണ്. 40 വില്ലകളുണ്ട്. ഞാൻ അവിടുത്തെ ഓരോ ഓണേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ എല്ലാവരും 20-25 വർഷമായി വിദേശ രാജ്യങ്ങളിൽ വൻ ബിസിനസ് ഉള്ള ആളുകളാണ്. അവിടെ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പവർ ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോൾ സ്വന്തമായിട്ട് വാഹനമില്ലാതെ ഡെയിലി 20-25 കിലോമീറ്റർ നടന്നിട്ടാണ് ബിസിനസ് ചെയ്തത്. നന്നായി വിയർക്കുന്ന ശരീരപ്രകൃതിയാണ്. എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ വിയർത്തൊലിച്ച് ശരീരം മുഴുവൻ നനഞ്ഞ് ഈ സമയത്ത് ചെന്ന് കയറാൻ ഞാൻ മടിച്ചിട്ടുണ്ട്. പക്ഷെ ഡെയിലി 20-25 കിലോമീറ്റർ നടന്നിട്ടാണ് ബിസിനസ്. ആ സമയത്ത് കണ്ടൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു 2 വീലർ വേണം. ഈ ബിസിനസ്സിലൂടെയാണ് ഞാനത് സ്വന്തമാക്കുന്നത്. അതിന് കിട്ടിയ സന്തോഷം പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. കാരണം വർഷങ്ങളോളം സ്വപ്നം കണ്ടതാ. അങ്ങനെ ഞാൻ ആദ്യം ഡയറക്ട് സെല്ലിങ്ങിലൂടെ വാങ്ങിയ ഒരു 2 വീലറാണ്. തുടക്കത്തിലെ മാറ്റങ്ങൾ വരാൻ ചിലപ്പോൾ സമയമെടുക്കും. ആദ്യത്തെ 3 വർഷം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. യഥാർത്ഥ മാറ്റം ഉണ്ടാകും ചിലപ്പോൾ അടുത്ത 1 വർഷം കൊണ്ടായിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് പല ആളുകളും ക്ഷമ ഇല്ലാതെ അവർ ബിസിനസ് ഉപേക്ഷിച്ച് പോവാറുണ്ട്. ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്ന ഒരു ചെറിയൊരു വാക്കാണ് ഇന്നല്ലാഹു മഅസ് സാബിരീൻ. ദാറ്റ് മീൻസ് നിശ്ചയമായും വിജയിച്ചവർ ക്ഷമയുള്ളവരാണ്, അല്ലെങ്കിൽ ക്ഷമിക്കുന്നവരോടൊപ്പമാണ് വിജയം വരിക. മീൻസ് ദൈവം ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഹിന്ദിയിൽ പറയാറുണ്ട് സബർ കാ ഫൽ മീഠാ ഹോത്താ ഹൈ. ദാറ്റ് മീൻസ് ക്ഷമിക്കുന്നവർ കിട്ടുന്ന പ്രതിഫലം ഭയങ്കര മാധുര്യമുള്ളതായിരിക്കും എന്ന് പറയാറുണ്ട്. നിങ്ങൾക്കും വേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ് ഈ ബിസിനസ്സിൽ ക്ഷമ. നമ്മളുടെ കഴിവ് കൊണ്ടല്ല, ഒരു ടീം സെറ്റ് ആകുമ്പോഴാണ് ഈ ബിസിനസ് സ്റ്റഡി ആവുന്നത്. അത് സ്റ്റഡി ആവാൻ ചിലപ്പോൾ താമസിക്കാം. സക്സസ് മേ ബി ഡിലൈഡ് ബട്ട് ഇറ്റ് കുഡ് നോട്ട് ബി ഡിനൈഡ്. ഇതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഉറപ്പായും വിജയമുണ്ടായിരിക്കും. ഇന്നിവിടെ ഹോസ്റ്റ് ചെയ്തൊരു വ്യക്തി എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നു, സഫലത ഏക് ദിൻ മേ ജറൂർ നഹീ ആയേഗാ ലേക്കിൻ സഫലത ജറൂർ ആയേഗാ. സഫലത എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വിജയം എന്നാണ്. അത് ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടില്ല, പക്ഷേ ഉറപ്പായും സഫലത അഥവാ വിജയം നമുക്ക് കിട്ടിയിരിക്കും. ആ ശുഭപ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുക. പിന്നീട് വരുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും. ഞാൻ ആദ്യമായി വാങ്ങിയത് ഒരു ടാറ്റ ഇൻഡിഗോ കാറാണ്. എൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ മൂവ് ചെയ്ത് എൻ്റെ വൈഫുമായി ഞാൻ വീട്ടിൽ വന്നത് ദാറ്റ്സ് സ്കോഡ ബ്രാൻഡ് ന്യൂ ഒക്ടാവിയ റെഡ് കളർ കാറിലാണ്. അങ്ങനെ പല വാഹനങ്ങൾ. ഒരു 2 വീലർ പോലും വാങ്ങാൻ സിറ്റുവേഷൻ ഇല്ലാതിരുന്ന സമയത്തു നിന്നാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. വർഷങ്ങളായി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു BMW 5 സീരീസ് കാറാണ്. അത് ടോപ്പ് മോഡൽ. ഈ കഴിഞ്ഞ ഭ്രമരം കാലിക്കറ്റ് നടന്നപ്പോൾ ഐ എം വെരി ഹാപ്പി. 100 കണക്കിന് പുതിയ കാറുകൾ വന്നു. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് നിരവധി പുതിയ കാറുകളുണ്ട്. ആ പ്രോഗ്രാമിൽ, ഭ്രമരം പ്രോഗ്രാമിൽ എനിക്കും ഒരു പുതിയ കാർ വാങ്ങാൻ സാധിച്ചു. ദൈവാനുഗ്രഹത്താൽ മെർസിഡീസ് ബെൻസിന്റെ GLS 350 ആണ് ആ കാർ. ഓൺ റോഡ് കോസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വിത്ത് ഓൾ പാക്കേജസ് 1,17,00,000 രൂപ. രസകരമായ കാര്യം, ഞാൻ ഈ ബിസിനസ് തിരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ എൻ്റെ സഹപാഠികളെ പോലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. എൻ്റെ സാലറി 35,000 to 50,000 rupees. എൻ്റെ മാസത്തെ സേവിങ്സ് 0. കാരണം അത്യാവശ്യക്കാരനാണ്, വീടില്ല, സിറ്റുവേഷൻസ് ഇല്ല, കടക്കാരനായിരുന്നു. ഒരു രൂപ പോലും മിച്ചം ഉണ്ടാവില്ല. എൻ്റെ പെൻഷൻ സമയത്ത് പോലും ഒരു മാരുതി ഓൾട്ടോ കാർ പോലും ഒരു പക്ഷേ എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഒരു നല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനെ കരിയർ ആക്കിയതുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കില്ല.
ഞാൻ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഒരു ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാരോട് പോയി പറയും, നീ കണ്ടോ നാളെ എൻ്റെ ബെൻസ് വരും, നാളെ എൻ്റെ BMW വരും. നടന്നു പോകുമ്പോൾ വിയർത്തൊളിച്ചിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലാണ് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ റോഡിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ കയ്യാലാന്ന് പറയും, മീൻസ് മതിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ മതിൽ, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കും, മാറി നിൽക്കേണ്ട ബെൻസ് വരുന്നു. വിയർത്തൊളിച്ച് നടന്നു പോകുന്നതിൻ്റെ മുമ്പിൽ ഭക്ഷണം പോലും സമയത്ത് കഴിക്കാൻ പൈസ ഇല്ലാതെ പട്ടിണി പരുവത്തിലാണ് വീട്ടിലോട്ട് പോകുന്നത്. ഈ സമയത്തെടുത്ത് കളിയാക്കുമ്പോണ്ടാവും ദേഷ്യം. എന്നാലും ആളുകൾ നിങ്ങളെ വിമർശനങ്ങൾ കൊണ്ട്, കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിങ്ങളെ മൂടും. നിങ്ങൾക്ക് കല്ലുവാരി എറിയും. ഈ കല്ലുകൾ ഓരോന്ന് പെറുക്കി വെക്കുക. ആ കല്ലുകളാണ് നാളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൊട്ടാരത്തിന്റെ അടിത്തറ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സംശയമില്ല. വലിയ മാത്രമായിട്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് നാട്ടിലൊരാൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. എൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ നാട്ടിലുള്ള ആൾക്കാരുടെ കമന്റുകൾ കേൾക്കണം. ഞാൻ ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോയി കഷ്ടപ്പെട്ട് ഹിന്ദിയൊക്കെ പഠിച്ചു. വീട്ടിനകത്ത് റേഞ്ച് ഇല്ല. അപ്പോൾ പുറത്തു വന്നിരുന്ന് ഹിന്ദിയിൽ പറയണം, ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന ഒച്ചത്തിലാണ് പറയുന്നത്, പഞ്ചാബ് മേ ആഗ് ലഗാ ദോ. ഞങ്ങൾ നോക്കുമ്പോൾ നല്ല വീടൊക്കെ വെച്ചു, നിവൃത്തിയില്ലാത്ത ആൾക്കാർ നല്ല കാറൊക്കെ വാങ്ങിച്ചു. ഞാൻ പുറത്തിറങ്ങി പറയാണ് പഞ്ചാബിൽ തീ വെക്കാൻ. അപ്പോൾ അവർ പറഞ്ഞത് ഇവന്റെ പൈസ മുഴുവൻ വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. വേറെ എന്തോ പാകിസ്ഥാന്റെ ഏജന്റായിട്ട് മീൻസ് ആൾക്കാർ വിചാരിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ പൈസയൊക്കെ ഉണ്ടാവുമോ? പക്ഷെ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് പഠിക്കാനോ ഇതിന്റെ പവർ തിരിച്ചറിയാനുള്ള മനസ്സൊന്നും ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഈ ബിസിനസിന്റെ വെറും തുടക്കം മാത്രമാണ്. ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഇതാ പറയാൻ പോകുന്നത്, കേൾക്കണം. വരുന്ന 10 വർഷം കഴിയുമ്പോൾ മൈ ലൈഫ് സ്റ്റൈലിലെ ടോപ്പ് ലീഡേഴ്സിന്റെ വാഹനങ്ങൾ റോഡിലൂടെ ഓടില്ല, അത് ആകാശത്തിലൂടെ പറക്കും. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ നമ്മളെ കളിയാക്കികളെ നോക്കും. ഞാൻ അതുകൊണ്ടാണ് ആദ്യം അഡ്വാൻസ് പറഞ്ഞത്. ബെൻസ് വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കുറച്ച് ആൾക്കാർ സൈഡിലൊക്കെ മാറി നിന്ന് കളിയാക്കിയതാണ്. എനിവേ, ഞാൻ പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി സിംഗപ്പൂർ പോയപ്പോൾ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി അവിടെ പറന്നു വന്നത് സ്വന്തം ഫ്ലൈറ്റിലാണ്. അവർക്ക് ഒരു ഫ്ലൈറ്റ് അല്ല 3 ഫ്ലൈറ്റ് ഉണ്ട്. അവർ ചെയ്യുന്ന ബിസിനസ് ഡയറക്റ്റ് സെല്ലിങ്ങിലാണ്. ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് ഈ മാറ്റത്തിലേക്ക് കിടക്കുകയാണ്. നാളെ ബംഗ്ലാദേശിലും അവിടെ ഇവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് വാങ്ങേണ്ട ഒരു ആവശ്യമായി വന്നാലോ? നമ്മൾ ചിന്തിക്കണം അങ്ങനെ. പക്ഷെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളൊക്കെ ഫ്ലൈറ്റ് വാങ്ങണമെങ്കിൽ നിങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് മെർസിഡീസ് ബെൻസ് എങ്കിലും വാങ്ങിയാലേ പറ്റൂ. അതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പൈസയും മേടിക്കാൻ ഫ്രീ ആയിട്ട് തരും. അതല്ലേ ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത്. ലോകത്ത് ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ.